ആൾത്തിരക്കും ആരവങ്ങളുമൊക്കെയുണ്ടായിരുന്ന ചൂരൽമല അങ്ങാടി ഇന്ന് ഓർമ്മകളിൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരിൽ പലരും ഇന്നില്ല. നിങ്ങൾ മറന്നു കാണില്ല ദാരുണമായ ആ സംഭവം. 2024 ജൂലൈ 30 പുലർച്ചെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 403-ലധികം പേർ മരിക്കുകയും നിരവധി വീടുകൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ചൂരൽമല അങ്ങാടിയെയും സ്കൂളിനെയും പൂർണ്ണമായും ഉരുൾപൊട്ടൽ വിഴുങ്ങി. ഇരുവഞ്ഞിപ്പുഴ ഗതിമാറി ഒഴുകി വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പൂർണ്ണമായും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബെയിലി പാലം നിർമ്മിച്ച് ഒറ്റപ്പെട്ടവരെ രക്ഷപ്പെടുത്തി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ നാം കാണുന്നത് സമാനതകൾ ഇല്ലാത്ത ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്നതാണ്. കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് ബൈപ്പാസ് റോഡിനോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരു മാതൃകാ ടൗൺഷിപ്പ് ഉയർന്നു. ശരിക്കും ഒരു പുനർനവീകരണ പ്രക്രിയ. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 7 സെൻറ് പ്ലോട്ടിൽ 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള വീടുകൾ. ഇതിൽ 178 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി കഴിഞ്ഞു. 402 വീടുകൾ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നുണ്ട്. ബാക്കി വീടുകൾ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ ടൗൺഷിപ്പിൽ ആരോഗ്യ കേന്ദ്രം, ആധുനിക അംഗൻവാടി, പൊതു മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻറ്റർ, മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവയും ഉണ്ടാകും. വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. മലയാളിയുടെ സാഹോദര്യത്തിൻ്റെ നേർസാക്ഷ്യമാണ് മറ്റൊരു അതിജീവനഗാഥയായ ഈ പുനർനവീകരണ പ്രക്രിയ. അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരിനും ഒരു ബിഗ് സല്യൂട്ട്.